മലയാളികളോടാണ്. നിങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദി ഹിന്ദു പോലെയുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ ഇനിയെങ്കിലും വായിച്ചു തുടങ്ങി. അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഒരു വമ്പൻ പദ്ധതിയുടെ വാർത്ത ഇന്ന് ദി ഹിന്ദു അതിന്റെ പത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മനോരമ മുതൽ മാതൃഭൂമി വരെയുള്ള ഒരൊറ്റ മലയാളം പത്രം ഈ വാർത്ത അറിഞ്ഞതായി പോലും ഭാവിച്ചിട്ടില്ല. സംഭവം എന്താണെന്ന് പറയും മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് BJP നേതാക്കളോട് ഒരു ഓപ്പൺ ചാലഞ്ച്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ നടപ്പാക്കിയ ഈ പദ്ധതി പോലെ സമാനമായൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന സമ്മാനം പറയുന്ന സ്ഥലത്ത് വെച്ച് നൽകും. ഇങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി 2-ാം തീയതി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് 2500 റോബോട്ടിക്സ് കിറ്റുകൾ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ഇതിനു മുൻപ് കൈറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് 29,000 റോബോട്ടിക്സ് കിറ്റും ഇതേ സർക്കാർ കേരളത്തിൽ വിതരണം ചെയ്തു. ഇതിന് പ്രധാന കാരണം, ഇക്കഴിഞ്ഞ വർഷത്തെ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ 10ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ റോബോട്ടിക്സ് ഒരു പഠന വിഷയമാണ്. ഇങ്ങനെ റോബോട്ടിക്സ് പഠന വിഷയമാക്കുകയും ആ പഠന വിഷയം പഠിക്കാനായി കുട്ടികൾക്ക് റോബോട്ടിക്സ് കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്ത മറ്റൊരു സർക്കാർ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് BJP കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു ഓപ്പൺ ചലഞ്ച് ആദ്യമേ നടത്തിയത്. ഇനി ഈ റോബോട്ടിക്സ് കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, കുട്ടികൾക്കായി അൾട്രാസോണിക് സെൻസർ മുതൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരെയുള്ള ഡെവലപ്മെന്റ് ബോർഡ്, അതിനു പുറമെ സബ്മേഴ്സിബിൾ വാട്ടർ പമ്പ്, അങ്ങനെ കുട്ടികൾക്ക് അവരുടെ കഴിവിനും അഭിരുചിക്കും അടങ്ങിയ ഏതു പ്രോജക്റ്റും നിർമ്മിക്കാൻ ആവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും അടങ്ങിയതാണ് ഈ റോബോട്ടിക്സ് കിറ്റ്. സംസ്ഥാനത്ത് ഇതുവരെ 31,000-ലേറെ റോബോട്ടിക്സ് കിറ്റുകളാണ് സംസ്ഥാന സർക്കാർ കുട്ടികൾക്കായി വിതരണം ചെയ്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ജനങ്ങൾ അറിയുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ സംഭവം. കാരണം ഒരൊറ്റ മലയാള പത്രം പോലും ഈ വാർത്ത അറിഞ്ഞതായി ഭാവിച്ചിട്ടില്ല. എന്നാലും മലയാളികളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മലയാള പത്രങ്ങൾ ഉപേക്ഷിച്ച് ഹിന്ദു പോലെയുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്നത് ഇനിയെങ്കിലും ശീലമാക്കുക.